ഇപ്പോൾ ഹൈറേഞ്ച് NSS യൂണിയന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ആർ മണിക്കുട്ടൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മണിക്കുട്ടൻ, ഇവിടെ ഈ NSSന്റെ ഒരു ബൈലോ അതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു ഏകാധിപത്യ സ്വഭാവത്തിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ പോകുന്നത് എന്ന വിമർശനം നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട്. സുകുമാരൻ നായരും അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരും മാത്രമായിട്ടുള്ളവർ അവരുടെ ഒരു കുടുംബ സ്വത്ത് പോലെയാണ് ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന ആക്ഷേപം പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. പക്ഷേ ഈ സംഘടനാ പ്രവർത്തകരുടെയൊക്കെ ഒരു പിന്തുണ, അല്ലെങ്കിൽ ഈ വിഭാഗത്തിൽ നായർ സമുദായ അംഗങ്ങളുടെയൊക്കെ ഒരു പിന്തുണ ഇപ്പോഴും സുകുമാരൻ നായർക്ക് തന്നെയാണോ? ഇതിനകത്ത് നമസ്കാരം അഭിലാഷൻ, എനിക്ക് സൂം റേഞ്ച് കുറവായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റാഞ്ഞത്. ശരി. ഇതിനകത്ത് ഈ NSSൽ ജനാധിപത്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാൻ കഴിഞ്ഞ 15 വർഷമായി NSSനകത്ത് സുകുമാരൻ നായരുടെ ഔദ്യോഗിക പാനലിനെതിരെ മത്സരിച്ച് ജയിക്കുന്നയാളാണ്. അപ്പൊ അങ്ങനെ മത്സരിച്ച് ജയിക്കണമെങ്കിൽ ഇതിൽ ജനാധിപത്യം ഉള്ളതുകൊണ്ടാണ്. പക്ഷെ ഇതിനകത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു സംഗതി, ഉത്തരവാദിത്തപ്പെട്ട അല്ലെങ്കിൽ ഒരു പ്രതികരിക്കേണ്ട ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ നിന്നു. ഇപ്പൊ ഏറ്റവും അവസാനം ഇന്നലെ പ്രതികരിച്ച ഗണേഷ് കുമാർ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ അദ്ദേഹത്തിന്റെ കവചം തീർത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുമായിരുന്നു. അതിനു മുമ്പ് പുറത്തായ കലഞ്ഞൂർ മധു ഉൾപ്പെടെ ഈ സമൂഹത്തിലെ പ്രധാനപ്പെട്ട പല ആളുകളും ഇദ്ദേഹത്തിന് കവചം തീർത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒപ്പം നിന്നവരാ. ഇന്നലെ ഗണേഷ് കുമാർ പറഞ്ഞ അഭിപ്രായങ്ങളൊന്നും തന്നെ കേരളത്തിലെ നായർ സമുദായത്തിന് ഒന്നും പുതിയ അഭിപ്രായമല്ല. ഞങ്ങളൊക്കെ കഴിഞ്ഞ 10-15 വർഷക്കാലമായി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷെ അന്നൊക്കെ ഇവരൊക്കെ അവരുടെ ഒരു രാഷ്ട്രീയ ലാഭമോ അല്ലെങ്കിൽ രാഷ്ട്രീയ പിൻബലമോ അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടിനോ ഒക്കെ നിൽക്കേണ്ടി വന്നതുകൊണ്ടായിരിക്കാം ഇവരെല്ലാം ഇദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ എല്ലാ കൊള്ളരുതാഴികൾക്കും ഇവർ കൂട്ടുനിന്നു. പക്ഷെ ബഹുഭൂരിപക്ഷം വരുന്ന നായർ സമുദായ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10-15 വർഷക്കാലമായി അവരുടെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന അവരുടെ ആശങ്കകളും സങ്കടങ്ങളുമാണ് ഇന്നലെ ഗണേഷ് കുമാർ തുറന്നു പറഞ്ഞത്. ഇതൊരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണ്. ആർ മണിക്കുട്ടൻ, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ, അതായത് അദ്ദേഹം പറഞ്ഞു വൈകിട്ട് 7 മണിയാകുമ്പോൾ ഓരോ താലൂക്ക് ഓഫീസുകൾ ഈ സംഘടനാ കീഴിൽ വരുന്ന സംവിധാനങ്ങൾ പിരിച്ചുവിടുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ തങ്ങളുടെ കയ്യിൽ നിൽക്കാത്ത യൂണിയനുകളെയൊക്കെ പിരിച്ചുവിടുക, അതാണോ ഒരു ശീലം? അഭിലാഷ്, അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം ഞാനാണ്. ഞാൻ ഹൈറേഞ്ച് താലൂക്ക് NSS യൂണിയന്റെ പ്രസിഡന്റാണ് കഴിഞ്ഞ 13 വർഷക്കാലമായി. 2022 താങ്കൾക്ക് എങ്ങനെയാണ് അങ്ങനെ തുടരാൻ പറ്റുന്നത്? അതായത് അതാ ഞാൻ പറഞ്ഞത്, 2022 ജൂൺ 8 തീയതി രാത്രി 10 മണിക്ക് ചങ്ങനാശ്ശേരിയിൽ നിന്ന് നിയോഗിച്ച ഒരു സംഘം ആളുകൾ ഞങ്ങളുടെ താലൂക്ക് യൂണിയന്റെ ഓഫീസ് അതിക്രമിച്ചു കയറി പിടിച്ചടക്കാൻ ശ്രമിച്ചു. രാത്രിയിൽ തന്നെ ഞങ്ങൾ സമുദായ അംഗങ്ങൾ സംഘടിച്ചു ചെല്ലുകയും അവരെ പുറത്താക്കി. ഓഫീസ് ഞങ്ങൾ തിരിച്ചു പിടിച്ചു. കട്ടപ്പന സബ് കോടതിയിൽ അതിന്റെ കേസ് കൊടുത്തു. കട്ടപ്പന സബ് കോടതിയിൽ കേസ് നടക്കുകയാണ്. ആ കട്ടപ്പന സബ് കോടതിയിൽ NSS നേതൃത്വത്തിനെതിരായി കൊടുത്ത കേസിന്റെ ബലത്തിലാണ് ഞാനിപ്പോഴും താലൂക്ക് യൂണിയൻ പ്രസിഡന്റായി തുടരുന്നത്. ആ കേസിൽ ഒരു അന്തിമ വിധി വന്നെങ്കിൽ മാത്രമേ ഇതിനകത്തൊരു തീരുമാനമുണ്ടാകൂ. പക്ഷേ ഇതിനു മുമ്പുള്ള മഹാപ്രഗത്ഭരായ ആളുകൾ, ഗണേഷ് കുമാർ ഉൾപ്പെടെ, അവരൊന്നും അങ്ങനെ ഒരു ഫൈറ്റിൽ നിന്നില്ല. ഇതിനകത്ത് ഈ നിയമാവലിയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇത്രയും കൂർമ്മ ബുദ്ധിയുള്ള മന്നത്താചാര്യൻ ഉണ്ടാക്കിയ ഒരു ബൈലോയിൽ ജനാധിപത്യം ഇല്ലാതെ ഇരിക്കുവോ? 100% ജനാധിപത്യമുണ്ട്. പക്ഷെ ഇവരാരും ഇത് പഠിക്കുവാനോ ഇത് പ്രയോഗിക്കുവാനോ ഇവരാരും തയ്യാറായില്ല. ഞങ്ങൾ കഴിഞ്ഞ 4 വർഷക്കാലമായി സുകുമാരൻ നായർ പിരിച്ചുവിട്ടു എന്ന് പറയുമ്പോഴും ഞാൻ ഹൈറേഞ്ച് NSS യൂണിയന്റെ പ്രസിഡന്റായി തുടരുകയാണ്. വെറുതെ പേര് മാത്രമല്ല, അതിന്റെ മുഴുവൻ സ്വത്തുക്കൾ, അതിന്റെ വാഹനം, അതിന്റെ ഓഫീസ് മുഴുവൻ ഇപ്പോഴും ഞാൻ പ്രസിഡന്റ് ആയിട്ടുള്ള കമ്മിറ്റി. അപ്പോൾ ഇതിന് ഏതെങ്കിലും തരത്തിലൊരു എതിർപ്പ് ഉയരുകയോ ഇതിലൊരു മാറ്റം ഉണ്ടാവുകയോ ചെയ്യുമോ? ഇതൊരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണ്. ഇതിനകത്തുണ്ടായിരുന്നത് ഇതിന് നേതൃത്വം കൊടുക്കാൻ ആളുകളില്ലായിരുന്നു എന്നുള്ളതാണ്. ഗണേഷ് കുമാർ പരസ്യമായി രംഗത്തേക്ക് വന്നതോടുകൂടി ഇതിന്റെ അന്തരീക്ഷം മാറുകയാണ്. ഇന്നലെ തിരുവനന്തപുരത്ത് മീറ്റിംഗ് ഉണ്ടായിരുന്നു. മിനിഞ്ഞാന്ന് വൈക്കത്ത് വലിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു. കേരളമെമ്പാടുമുണ്ട്. ഏത് സുകുമാരൻ നായരെ എതിർക്കുന്നവരുടെ? തീർച്ചയായിട്ടും വലിയ ജനമുന്നേറ്റങ്ങൾ എല്ലായിടത്തും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പറഞ്ഞതും അതാണെന്ന് തോന്നുന്നു അല്ലെ? വൈക്കത്ത് നിന്ന് കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെയുള്ള പ്രഗത്ഭരും മുഴുവൻ ആളുകളും ഇന്ന് സംഘടന. അതാണ് താങ്കൾ പറയുന്നത്. തീർച്ചയായും ഉദാഹരണം പറയാം. നെയ്യാറ്റിൻകരയിൽ കൃഷ്ണകുമാർ, അതിന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കൊട്ടാരക്കര ഹൈലാൻഡ് രാജേന്ദ്രൻ നായർ, കലഞ്ഞൂർ മധു. എന്തായാലും നമുക്ക് ഈ വിഷയത്തിലെ സുകുമാരൻ നായരുടെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. അത് വന്നതിന് ശേഷം വീണ്ടും താങ്കളെ ബന്ധപ്പെടാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.